ഗൈസ് നമ്മുടെ പുള്ളിപ്പൻ പൈനാപ്പിൾ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി എങ്ങനെ നമുക്ക് ഈ പൈനാപ്പിൾ സ്മൂത്തി അടിക്കാം എന്നൊന്ന് നോക്കണ്ടേ. ഹായ് ഗൈസ്, ഇറ്റ്സ് മീ, നിങ്ങളുടെ സ്വന്തം എംജെ. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ മറ്റൊരു അടിപൊളിപ്പൻ ഐറ്റവുമായിട്ട് വന്നതാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചിട്ടുണ്ട്, പൈനാപ്പിൾ കഴിക്കാറുണ്ട്. എന്നാൽ നമ്മൾ ആരെങ്കിലും പൈനാപ്പിൾ സ്മൂത്തി കഴിച്ചിട്ടുണ്ടോ? നമ്മൾ കേട്ടിട്ടുണ്ടാവും, ചിലർ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ അടിക്കാൻ പോകുന്നത് പൈനാപ്പിൾ സ്മൂത്തിയാണ്. നമ്മളെ വീട്ടിലൊക്കെയുള്ള കൊച്ചുകുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല പൊളിപ്പനായിട്ടുള്ള ഒരു പൈനാപ്പിൾ സ്മൂത്തിയാണ് ഇന്ന് നമ്മൾ അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പൈനാപ്പിൾ സ്മൂത്തിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു ഇളം പൊഴുപ്പില്ല പൈനാപ്പിളാണ്. ആ പൈനാപ്പിളിൻ്റെ 1/3 മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഞാലിപ്പൂവനാണ്. ഞാലിപ്പൂവൻ ഒരു 2 ഞാലിപ്പൂവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സ്, അടുത്തതായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് കട്ടപ്പാലാണ്. ഫ്രിഡ്ജിൽ വെച്ച് അത്യാവശ്യം കട്ടയാക്കി എടുത്ത പാലാണ്. പിന്നെ ഈ പാല് ഫുള്ളായിട്ട് നമ്മൾ ഇടുന്നില്ല കേട്ടോ, വളരെ കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. അത് ഇടുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. പൈനാപ്പിൾ പുളിയുള്ള ഐറ്റം ആയതുകൊണ്ട് തന്നെ പാല് കൂടുതൽ ചെല്ലുമ്പോൾ അത് കഴിക്കും. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് തൈരാണ്. വെറും 2 സ്പൂൺ മാത്രം എടുത്താൽ മതി കേട്ടോ. ഇത് ഫുള്ളായിട്ടൊന്നും എടുക്കണ്ട, വെറും 2 സ്പൂൺ മാത്രം എടുത്താൽ മതി. ഇത് കുറച്ച് കൂടുതലുണ്ട്, ഞാൻ എടുത്തപ്പോൾ കുറച്ച് എടുത്തു എന്ന് മാത്രം. പിന്നെ നമ്മൾ നല്ല പൊളിപ്പൻ നല്ല നാടൻ തേനാണ് എടുത്തിട്ടുള്ളത്. നാടൻ തേന തന്നെയാണ് കേട്ടോ അത്. പിന്നെ നമ്മൾ ഇതിനെടുത്തിട്ടുള്ളത് ഷുഗർ പൗഡറാണ്. കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയാണ്. പിന്നെ വളരെ കുറച്ച് ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ സ്മൂത്തി അടിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് ആദ്യം നമുക്ക് ഈ ചെറിയ സ്പൂണിന് ഒരു 1.5 സ്പൂൺ ഷുഗർ ഇടാം. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ തേൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പൈനാപ്പിൾ അത്യാവശ്യം മധുരമുള്ളതാണ്, പഴവും അത്യാവശ്യം മധുരമുള്ള ടൈപ്പാണ്. അപ്പോൾ വളരെ കുറച്ച് ഷുഗർ നമ്മൾ ഇട്ടാൽ മതി. ഇനി നമ്മളിതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച പൈനാപ്പിൾ ഇട്ട് കൊടുക്കുകയാണ്. പൈനാപ്പിൾ ഞാൻ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൈനാപ്പിളും നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച പഴവും ഇട്ട് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് 2 സ്പൂണ് തൈര് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ള ഐസ്ക്രീം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഒരു 100 ml കട്ടപ്പാൽ നമുക്ക് ഇട്ട് കൊടുക്കാം. 100 ml മാത്രം ഇട്ട് കൊടുത്താൽ മതി, കാരണം കൂടുതലായാൽ കഴിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെ തേന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പൈനാപ്പിൾ സ്മൂത്തിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് കുറച്ച് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പഴം എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഐസ് പാൽ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര മാത്രമേ നമ്മൾ പൈനാപ്പിൾ സ്മൂത്തിക്ക് ആവശ്യമുള്ളൂ. പിന്നെ കുറച്ച് തേനും കേട്ടോ. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ സ്മൂത്തി നമ്മൾ അടിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാ ഫ്രൂട്ടും ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കണം കേട്ടോ. ഇല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ നേരം മിക്സിയിൽ അടിഞ്ഞാൽ കയ്പ്പ് വരും, പെട്ടെന്ന് കയ്പ്പ് വരും. അപ്പോൾ എല്ലാം പൈനാപ്പിളും പഴമൊക്കെ ചെറിയ പീസുകളാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ക്ലാസ് അല്ല എടുത്തിട്ടുള്ളത്, നമ്മൾ പൈനാപ്പിൾ തന്നെ അതിൻ്റെ ഉള്ളിൽ നല്ലോണം ഒഴിവാക്കിയിട്ട് അത് തന്നെ നമ്മൾ ഇന്നൊരു ക്ലാസ് ആയിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് നമ്മൾ പൈനാപ്പിൾ സ്മൂത്തി നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല കട്ടിയിലാണ് കേട്ടോ ഉള്ളത്, നല്ല സ്മൂത്തായിട്ട് നല്ല കട്ടിയിലാണ്. നമ്മൾ കുട്ടികൾക്കൊക്കെ നല്ലവണ്ണം ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് കുറേ രസത്തിന് വേണ്ടി കുറച്ച് പഴം സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരി ഞാൻ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് തേൻ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളെ പൊളിപ്പൻ പൈനാപ്പിൾ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിലുള്ള കൊച്ചു കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
അപ്പൊ ഇത് നമുക്കൊന്ന് കഴിച്ചിട്ട് ഇതിന്റെ ടേസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഇത് വളരെ നല്ല ഐസ്ക്രീം കഴിക്കുന്നത് പോലെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, കൂടെ നിങ്ങൾ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളിപ്പൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ നിങ്ങളുടെ സ്വന്തം MJ. ഗുഡ് ബൈ.